ബുക്കിൽ റീൽസ് ആക്കുന്നത് എങ്ങനെയെന്ന് അറിയുമോ ചോദിക്കുന്നുണ്ട്. ബ്രോ, യൂട്യൂബ് ഷോർട്സൊക്കെ ഫേസ്ബുക്കിലൊക്കെ റീലാക്കുന്നത് എങ്ങനെയെന്ന് അറിയുമോ? അത് യൂട്യൂബിൽ നിന്ന് നമുക്ക് സേവ് ചെയ്തെടുക്കാമല്ലോ. നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മുടെ ഷോർട്സിൻ്റെ ഒരു 3 ഡോട്ട് കുത്തുകണം. അതിൽ കയറിയിട്ട് നമ്മൾ അതിൽ നിന്ന് എടുക്കണം, അതിൽ നിന്ന് സേവ് ചെയ്തിടണം. ഇപ്പോഴും മിക്ക ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത പോകുന്ന വേറൊരു സംഭവമുണ്ട്. ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അത് മിക്ക ആൾക്കാരും എന്നോട് അത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അത് നല്ലൊരു ചോദ്യമാണ്. നമ്മൾ അതൊക്കെ അറിയാമോ? സേവ് ചെയ്തെടുക്കണത് എങ്ങനെയെന്നറിയാമോ? നമ്മളുടെ അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മളുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാർക്കും അറിഞ്ഞുകൂടാത്തൊരു ഭയങ്കര സംശയമാണ്. ഇതിൽ നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനോ, കണ്ടൻറ്റ് എന്ന് പറയും, അതായത് ഡാഷ്ബോർഡിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനുണ്ട്. ആ കണ്ടൻറ്റിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ ലോങ് വീഡിയോസ്, പിന്നെ ഇത് ഷോർട്സ് വരും. ഈ ഷോർട്സ് വന്നിട്ട് ഇവിടെയാണ് നമ്മൾ നോക്കാൻ നേരത്ത് നമ്മുടെ ഷോർട്സ് ഇങ്ങനെ വന്ന് കിടക്കണം. ഇപ്പോൾ എനിക്ക് ഈ വീഡിയോ ആണ് എനിക്ക് സേവ് ചെയ്യേണ്ട കാര്യം. അപ്പം മിക്ക ആൾക്കാർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഉണ്ടാവും. അവർക്ക് അറിഞ്ഞുകൂടാ, ഇപ്പോഴും അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 3 ഡോട്ട് കുത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മുടെ ഷെയർ, ഇപ്പോൾ ഒരാൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇത് എഡിറ്റിംഗ് ആണ്, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ തന്നെ പ്രൊമോട്ട് നമ്മുടെ സേവ് ആക്റ്റീവ് എന്ന് പറയുന്നത് അതിലോട്ട് ഈ സേവ് എന്ന് പറയുന്ന അതൊരായാന്തോ സേവ് എന്ന് പറയുന്ന ഇതിൽ കൊടുക്കാൻ നേരത്ത് അത് കറങ്ങി നമ്മളുടെ ആ വീഡിയോ പോയിട്ട് നേരെ സേവിൽ പോയി കിടക്കും. അതിപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് നേരെ പോയിട്ട് നമ്മുടെ മെമ്മറി പോയി നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഫയൽ മാനേജറിൽ പോയി നോക്കണം. ഫയലിൽ പോയി നോക്കി കഴിയുമ്പം ആ വീഡിയോ നല്ല ഇതായിട്ട് നമുക്കത് അവിടെ കിടക്കും. ഇപ്പോൾ കാണിച്ചു തരാം. വേണ്ട ഫയലിൽ വന്നപ്പം എൻ്റെ വീഡിയോ ഇവിടെ അത് കിടപ്പുണ്ട്. അത് ഞാനത് സേവ് ആക്കി. അപ്പോൾ അത് യൂട്യൂബിൻ്റെ ഒരു ഇതും അവിടെ അതിൽ ഉണ്ടാവത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? യൂട്യൂബിൻ്റെ ചിഹ്നമോ ഒരു കാര്യങ്ങളോ ഉണ്ടാവത്തില്ല. ഇത് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പം നമ്മുടെ ഇൻസ്റ്റാ ഐ ഡിയിൽ പോയിട്ട് അത് നേരെ പോയി അതൊന്ന് സേവ് കൊടുത്തിട്ടാൽ മതി. അത് മിക്ക ആൾക്കാരും അറിഞ്ഞുകൂടാത്ത കാര്യമില്ല. ഇതിപ്പം ഇൻസ്റ്റാ ഐ ഡി നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതിപ്പോഴും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഇൻസ്റ്റാ ഐ ഡിയാണ്. ഇൻസ്റ്റാ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു പ്ലസ് ചിഹ്നമുണ്ട്, കണ്ടോ? ഈ പ്ലസ് ചിഹ്നം കൊടുക്കാൻ നേരത്ത് നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോയുടെ ഇതെടുക്കുക. ഇതിപ്പോൾ ഈ വീഡിയോയിൽ നമുക്കിപ്പോൾ പോകേണ്ട ആ വീഡിയോ നമ്മൾ നേരെ ഇതായിട്ട് കൊടുത്തിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നേരെ വന്നിട്ട് അത് പോസ്റ്റ് കിടക്കും. കണ്ടോ പോസ്റ്റ് കിടക്കും. ഈ പോസ്റ്റ് വന്നിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ അത് പോസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിൽ ചെയ്യേണ്ട കാര്യം ഇത്രയും മാത്രമേ ഉള്ളൂ. അത് ഇതുപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ ആദ്യം സേവ് ചെയ്തെടുത്തിട്ട് നേരെ പോയിട്ട് ആ വീഡിയോ പോയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് കൊടുത്തത്. ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും പോസ്റ്റ് ചെയ്യുന്ന കാര്യം ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ചില ആൾക്കാർക്ക് ഇപ്പോഴും